ഹലോ, പ്രിയമുള്ള സഹോദരന്മാർ, ഇവിടെ സക്കീർ ഭായ് സംസാരിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ചെയ്ത സജീർ ബാബു, മറ്റ് SDPയുടെ സഹോദര സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇന്ന് SDPI ഇങ്ങനൊരു മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത് അഭിനന്ദനാർഹമാണ്. കാരണം പ്രതിഷേധങ്ങളെ ഷണ്ഡീകരിപ്പിക്കുന്ന ഒരു പൊതു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് ആരെങ്കിലും മാർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് കടന്നു വന്നാൽ, ഒന്നുകിൽ അവരെ അടിച്ചൊതുക്കുക, അതല്ലെങ്കിൽ അവഗണിക്കുക. ഇവിടെ പോലീസുകാരൊക്കെ വളരെ ബലം പ്രയോഗിച്ച് നിൽക്കുകയാണ്. ബസ്സിലൊക്കെ ഒന്ന് അയക്കണം, ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല. എല്ലാ പോലീസുകാരും മോശക്കാരാണെന്നുള്ള അഭിപ്രായവും ഞങ്ങൾക്ക്. പക്ഷേ പുഴുക്കുത്തുകളായിട്ടുള്ള, മുമ്പ് കേരള നിയമസഭയിൽ ഏകദേശം 3000-ൽ പരം ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നാണ് കണക്ക് പറയുന്നത്. ആ ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അവരിവിടുത്തെ അടിസ്ഥാന വർഗജാതി വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നവരല്ല. പകരം ഇവിടുത്തെ കുത്തക മുതലാളിമാർക്കും അതുപോലെ തന്നെ സവർണരായ വിഭാഗങ്ങൾക്കും കൂട്ടിക്കൊടുക്കുന്ന ഒരു വർഗമാണ് പോലീസ്. അത് പട്ടാളവും പോലീസും ഉദ്യോഗസ്ഥവൃന്ദവും ജയിലും കോടതിയുമല്ല, ആ നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പൊ പ്രതിഷേധങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ജനാധിപത്യ അവകാശമാണ്. അതൊരു ഉണർത്തലാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ പോത്തുണ്ടിക്കടുത്താണല്ലോ ഈ ബോയൻ കോളനി എന്ന് പറയുന്ന സ്ഥലം. ഈ ബോയൻ കോളനിയിൽ 2019-ലാണ് ഇപ്പൊ കൊല്ലപ്പെട്ട സുഹൃത്തിന്റെ ഭാര്യ കൊലയ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ കൊല്ലപ്പെട്ട ആ സ്ത്രീയുടെ അമ്മയും അവരുടെ ഭർത്താവും കൊലയ്യപ്പെട്ടു. അപ്പൊ ഒരു ക്രൈം നടന്നു കഴിഞ്ഞിട്ട് ജാഗ്രതരാവുക എന്നുള്ളതല്ല, ഒരു ക്രൈം നടക്കാതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ഇവിടുത്തെ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ സ്വീകരിക്കപ്പെടേണ്ടത്. പക്ഷേ സന്ദർഭവശാൽ ഈ നാട്ടില് ധാരാളം കുത്തും കൊലയും, വെട്ടിക്കൊലയും, കുത്തിക്കൊലയും, തല്ലിക്കൊലയും ഒക്കെ ധാരാളം നടക്കുന്നത്. അമ്മയായാലും ഉമ്മയായാലും അച്ഛനായാലും സഹോദരനായാലും സഹോദരിയായാലും നമ്മുടെ നാട് വളരെ മോശമായ ഒരു കൊലക്കളമായിട്ട് മാറി. പലപ്പോഴും നമ്മുടെ നാട്ടില് ഈ പോലീസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടുള്ളത് പൊളൈറ്റ് എന്നാണ്. പീന്റെ അക്ഷരം പൊളൈറ്റ് എന്നാണ്. അത് പറഞ്ഞ സൗമ്യമായ പെരുമാറ്റം. അതുപോലെ തന്നെയാണ് ഒബീഡിയന്റ്, അനുസരണ ഉള്ള ആളുകളായിരിക്കും പോലീസ്. അതുപോലെയാണ് ലോയൽ, അതായത് സത്യസന്ധമായിരിക്കുക എന്ന്. അതുപോലെ ഇന്റലിജന്റ്, ബുദ്ധിപരമായി പെരുമാറണം. പിന്നെ കറേജിയസ് ആണ്, ധൈര്യമുള്ളവരായിരിക്കണം. പിന്നെ എഫിഷ്യന്റ് ആണ്, കഴിവുള്ളവരുമായിരിക്കണം. അങ്ങനെ നോക്കിയാൽ നമ്മുടെ പോലീസിൽ എത്ര ആളുകളുണ്ടാവും? മുഴുവൻ വേട്ടാവളിയന്മാരാണ്, ഇല്ലേ? ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും മോശപ്പെടുത്താനായിട്ടല്ല, ഒരു വർഗം എന്ന നിലയ്ക്ക് പറയാം. അവര് ചൂഷകരുടെ വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നവരാണ്. അവര് മർദ്ദിതർക്കെതിരാണ്, മർദ്ദകർക്കൊപ്പം ചേരുന്നവരാണ് പോലീസ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുടെ വർഗശത്രുവാണെന്ന് പറയുന്നത്, വ്യക്തിപരമായിട്ടല്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന 2019-ലെ കൊലയിൽ പ്രതിയായിട്ടുള്ള ആളുകൾ ജയിലിൽ കഴിഞ്ഞ് അയാൾ ജാമ്യത്തിൽ പുറത്തു വന്നിട്ടാണ് ഈ കൊല. പക്ഷെ ഞാൻ പറയുന്നത് ചെന്താമര എന്ന് പറയുന്ന ഈ കൊലയാളി ഒരു ഇന്നസെന്റാണ്. എന്താ കാരണം? ഈ നിഷ്കളങ്കനായ മനുഷ്യരുടെ മസ്തിഷ്കത്തിലേക്ക് ഏതോ ഒരു മന്ത്രവാദി, ഒരു ജ്യോത്സ്യൻ പിന്നെ ഇഞ്ചക്ട് ചെയ്തു അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസമാണ് പിന്നെ എന്താണ് ഇയാളെ കൊണ്ട് ഈ കൊലപാതകം ചെയ്യിക്കാൻ നിർബന്ധിതമായി. അയാളുടെ മുമ്പിൽ കാണുന്നവരൊക്കെ ശത്രുവാണ്, അയാളുടെ മുമ്പിൽ കാണുന്നവരൊക്കെ അയാളുടെ
വൈഫിനെ അല്ലെങ്കിൽ കുടുംബത്തെ പിരിപ്പിച്ചവരുടെ ആളുകളാണ് എന്നൊരു തോന്നൽ അയാളുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിവെച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ജ്യോത്സ്യൻ പറഞ്ഞു, മുടി നീക്കി വളർത്തിയ ആളാണ് നിങ്ങളുടെ കുടുംബം പിരിപ്പിച്ചത് എന്ന് തെറ്റായ ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ആ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ആ മന്ത്രവാദി എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? നമ്മുടെ നാട്ടിൽ നോക്കും, 1 കിലോമീറ്റർ ഒരു ജ്യോത്സ്യനാണ് ഉള്ളത്, 1 കിലോമീറ്റർ ഒരു ജ്യോത്സ്യൻ. പിന്നെ മന്ത്രവാദികൾ, പിന്നെ ഊട്ടും മാട്ടും ചരടും കൂടും പകിടുമൊക്കെ ആയിട്ട് നിരന്തരമായ മന്ത്രവാദികൾ. ഇവരെയൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരെയൊന്നും തന്നെ പോലീസ് ഒരു കേസെടുക്കുകയോ ഇവരെക്കെതിരെ ഒരു അന്വേഷണം നടത്തുകയോ ചെയ്യാൻ കാരണം ഞാനിതിനെ കാണുന്നത് വെറും ഒരു അന്ധവിശ്വാസമല്ല. ഇന്ത്യയിൽ സവർണ ബ്രാഹ്മണ്യ മൂല്യങ്ങളെ പിൻപറ്റുന്നവരാണ് ഈ മന്ത്രവാദ കൂട്ടങ്ങൾ. അവരെ ഒരു പോലീസും തൊടില്ല. കാരണം എന്താ? ഇവിടുത്തെ ബ്രാഹ്മണ്യം, സവർണ ബ്രാഹ്മണ്യം, ഇവിടുത്തെ ശൂദ്ര നായർ സ്ത്രീകളെ ഉപയോഗിക്കപ്പെടാനുള്ള അവകാശം ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ശ്രുതികളിലും സ്മൃതികളിലും വേദങ്ങളിലും ഇതിഹാസങ്ങളിലും എഴുതി വെച്ചു. അങ്ങനെയാണ് നമ്മുടെ നായർ ശൂദ്ര സ്ത്രീകള് നമ്പൂതിരിയില്ലങ്ങളിലെ ശരീരം വിൽക്കാൻ നിർബന്ധിതമായിട്ട് അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തുടർച്ചയാണ് ഈ മന്ത്രവാദങ്ങൾ, ഈ ഉഡായിപ്പുകൾ, അല്ലെങ്കിൽ ഒരു യുക്തിയുമില്ലാത്ത ശാസ്ത്രീയ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ എല്ലാ കൊലപാതകങ്ങൾക്കും പുറകിൽ പ്രവർത്തിക്കുന്നത്. അത് ഈ പോത്തുണ്ടിയിലെ കൊലയെ മാത്രമല്ല, അത് പോലീസുകാരുടെ ഉള്ളിൽ പോലും ഇത്തരം കൊലകൾ നടക്കാറുണ്ട്, അന്ധവിശ്വാസ കൊലകൾ, ഇല്ലേ? അതുകൊണ്ട് ഇവിടെ എല്ലാവരും വലിയ വിദ്യാസമ്പന്നരാണ്, വലിയ യുക്തിഭദ്രമായി പഠിച്ച ആളുകളാണ്. പക്ഷെ അന്ധവിശ്വാസത്തിൽ നിന്ന് വിടുതൽ നേടിയിട്ടില്ല ഇവരാരും. അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോലും നവരാത്രി പൂജ കഴിക്കാൻ, ആയുധ പൂജ കഴിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. എന്തുകൊണ്ടാണിത്? അപ്പൊ നിങ്ങൾ യുക്തിഭദ്രമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കപ്പെടാത്തതിന്റെ ഫലമാണ് ഇത്തരത്തിലുള്ള ആളുകൾ, കൊലയാളികൾ ഉണ്ടാവുന്നത്. കഴിഞ്ഞ വർഷമാണല്ലോ നമ്മുടെ തെക്കൻ ജില്ലയിൽ 6 പേരെയാണ് മന്ത്രവാദത്തിന്റെ പേരിൽ കൊന്നു കുടിച്ചു കൂടിയത്, ഇല്ലേ? പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് കണ്ടുപിടിച്ചല്ലോ. ഇഷ്ടം പോലെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. പക്ഷേ നമ്മൾ രൂപത്തിലല്ല നമ്മൾ തളച്ചിടപ്പെടേണ്ടത്, അതിന്റെ സത്തയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രൂപത്തിൽ ഈ വ്യക്തിയാണ് ഇവിടെ കൊലയാളിയെങ്കിൽ ഇതിന്റെ സത്തയിൽ പ്രവർത്തിച്ചത്, അയാളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം ചെയ്തത് ഇവിടുത്തെ ജ്യോത്സ്യനും മന്ത്രവാദികളുമാണ്. അതുകൊണ്ട് നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സ്പെഷ്യൽ ബ്രാഞ്ചുകാർ, ഈ മന്ത്രവാദികളെ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അയാൾക്കെതിരെ അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമമനുസരിച്ച് കേസെടുക്കണം. അല്ലാതെ ഈ മനുഷ്യനെ പിടിച്ചിട്ട് പേര് പറഞ്ഞ ചെന്താമരേട്ടനെ പിടിച്ചിട്ട് എന്തായാളെ പിടിക്കാൻ പോകുന്ന ആളുകൾ വടിയും തടിയുമായിട്ട് പോകുന്നു, പോലീസ് അതിന്റെ പുറകെ പോകുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടില് ഒരു നരഭോജിക്കടുവാന്നാണ് പറഞ്ഞത്. അയാളെ കൂടുവെക്കുന്നു, പോലീസിൽ നിന്ന് ആള് പോകുന്നു, ഫോറസ്റ്റുകാർ പോകുന്നു, അങ്ങനെ വിദഗ്ധർ പോകുന്നു വെടിവെച്ച് കൊല്ലാൻ. പക്ഷെ പിറ്റേ ദിവസം അതാ കിടക്കുന്നു നമ്മളുടെ നരഭോജിക്കടുവ. ഇതെങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ഞാൻ വാസ്തവത്തിൽ വിചാരിച്ചത് ഈ ചെന്താമര കൊല്ലപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷെ എന്തോ ബുദ്ധിപരമായിട്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഇല്ലേ? പല പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. സസ്പെൻഡൊക്കെ പിന്നെ ഒരു തരം നേരം പൊക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളിപ്പോ കാണുന്ന ഈ കെട്ടും മട്ടും വണ്ടിയും ഒക്കെ ഒരു കാൽഭാഗം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 2 പിഞ്ചു കുട്ടികൾ അച്ഛനും അമ്മയും മുത്തശ്ശിയുമില്ലാതെ വിലപിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് തടയാമായിരുന്നു. 4-1 ഭാഗം ഈ ശക്തി ഉണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഈ ഷോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ, ഇത്തരം മന്ത്രവാദ കളങ്ങൾ, അത്തരം ആളുകളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഇനിയും നിരവധി കൊലകൾ കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷം നാട്ടിൽ ചെന്നായിക്കളാണ് ഇന്നത്തെ ഇടതുപക്ഷം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ നിരന്തരമായ കൊലയും കളവും ചതിയും വഞ്ചനയും നടക്കുന്നത്, ഇല്ലേ? അതുകൊണ്ട് ഈ വാമന പ്രയോഗം ഈ ജനതയ്ക്കെതിരായിട്ട് നിർത്തണം
ഞങ്ങൾ വാമന പ്രയോഗമാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസുകാർ പ്രകടനം നടത്തി, BJP-ക്കാര് പ്രകടനം നടത്തി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യമായ എന്തെങ്കിലും പറയാൻ വേണ്ടി സംസാരിക്കുന്നവരാണ്. പക്ഷെ വിഡ്ഢികൾ സംസാരിക്കാൻ വേണ്ടി സംസാരിക്കും. ആ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ. നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ, ഈ സമൂഹത്തെ ഉണർത്താൻ, ഈ ഭരണകൂടത്തെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും മനുഷ്യാവകാശ പ്രവർത്തനവും ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്നവരാണ് ഉദ്യോഗസ്ഥർ. ഇതിലാരും ശമ്പളം പറ്റുന്നവരല്ല. നിത്യജീവിതം സ്വയം സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ ഇത്തരം മാർച്ചിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഇനിയും തുടരും. ഇവിടെ നമ്മുടെ സ്വാഗത പ്രാസംഗികനായ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ എണ്ണത്തിലല്ല, അളവിലല്ല, ഗുണത്തിലാണ്, സത്യയിലാണ് ഞങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ മാർച്ചിന്റെ ഉദ്ദേശം. അതുകൊണ്ട് പോലീസുകാരെന്ന ഇത്രയും നടക്കുന്നതിന് മുമ്പ് നടക്കാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും നിങ്ങൾ പ്രവർത്തിക്കണം. അതാണ് സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത്. നിങ്ങൾക്കതില്ല എന്നുള്ളത് എത്രയോ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ മുകളിലിരിക്കുന്ന ഏമാന്മാരുടെ തകരാറിൽ നിന്നാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഇനി അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോലും ഈ സംവിധാനങ്ങൾ, ഈ മർദ്ദക ഉപകരണങ്ങൾ പാവപ്പെട്ടവന്റെ നെഞ്ചിലേക്ക് ബുൾഡോസറായി ഉരുട്ടിക്കഴിക്കുന്ന നിങ്ങളുടെ ലാത്തിയും തോക്കുമുണ്ടല്ലോ, നിങ്ങളുടെ യൂണിഫോമുണ്ടല്ലോ, ആത്മാഭിമാനമുള്ളവർ ധരിച്ചു വെച്ച് ഞങ്ങളോടൊപ്പം ചേരുക, ജനങ്ങൾക്കൊപ്പം ചേരുക, നീതിക്ക് പാടി നിൽക്കുക എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഈ മാർച്ചിൽ സംബന്ധിച്ച നിഷേധിച്ച എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും മാധ്യമ പ്രവർത്തകർക്കും സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും SDPI യുടെ സഹോദരന്മാർക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്